നമസ്കാരം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെല്ലാ രാഷ്ട്രീയ മുന്നണികൾക്കും നിർണായകമായി മാറുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മലയാളിയുടെ രാഷ്ട്രീയ മനസ്സനുകൂലമാക്കാൻ മുന്നണികൾ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെ 49 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് 30-ന് നടക്കുകയാണ്. 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ നേടിയ വിജയം ആവർത്തിക്കാൻ UDFും ഓരോ സീറ്റിൽ ജയം നേടിയ LDFിനും BJP മുന്നണിക്കും ഫലം നിർണായകമായി മാറും. ദേശീയ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഘടകങ്ങൾ ലോക്സഭാ ഫലത്തിൽ പ്രവർത്തിച്ചുവെന്ന് തെളിയിക്കാൻ കോൺഗ്രസ് മുന്നണിക്ക് വിജയം അനിവാര്യമാണ്. പാർട്ടി വോട്ടുകൾ ചോർന്നിട്ടില്ലെന്നും തുടർഭരണ സാധ്യതയ്ക്ക് അടിത്തറ നൽകാനും ഇടതുപക്ഷത്തിന് ജയിക്കണം. ലോക്സഭയിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി പ്രഭാവം ഇപ്പോഴുമുണ്ടെന്ന് തെളിയിക്കാൻ BJPക്കും മുന്നേറ്റം അനിവാര്യതയാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ വെള്ളനാട് ഡിവിഷന് പുറമെ 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും 6 നഗരസഭാ വാർഡുകളിലും 38 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ജൂലൈ 1-ന് പ്രസിദ്ധീകരിച്ച പുതിയ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് ഉപതെരഞ്ഞെടുപ്പ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി മറികടക്കാനും പരമാവധി സീറ്റ് പിടിച്ചെടുക്കാനുമുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി. ലോക്സഭയിലെ മത്സരത്തിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ മുൻതൂക്കം കൈവരിച്ച ട്രെൻഡ് തദ്ദേശ വാർഡ് തലത്തിലും നിലനിർത്താനുള്ള പരിശ്രമം BJP നടത്തുന്നുണ്ട്. കോൺഗ്രസിന് പാർട്ടിക്കുള്ളിലെ ചേരിപ്പോരികൾ വിനയായി മാറുന്നുണ്ട്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡുകൾ വീതം വർദ്ധിപ്പിക്കാനുള്ള ബില്ല് നിയമസഭ പാസാക്കിയ ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയുമുണ്ട്. വാർഡ് വിഭജനത്തിലൂടെ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും എത്ര വാർഡുകൾ കൂടുമെന്നത് നിശ്ചയിക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.